ഹലോ ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രിവാൻഡ്രത്തിലേക്ക് വലിയ രണ്ട് MSC, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനികളുടെ രണ്ട് കപ്പലുകളാണ് ഒരേ സമയം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കും. ഈ കപ്പലാവട്ടെ MSC Super 7 ഇപ്പോൾ വിഴിഞ്ഞത്തുണ്ട്, പോർട്ടിൻ്റെ പുറത്താണ്. നമുക്ക് കൂടുതൽ ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ സ്റ്റാറ്റസ് സ്റ്റോപ്പ്ഡാണ്. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 9/9/2024 12 PM ആണ്. ഷിപ്പിൻ്റെ കറണ്ട് ഡ്രാഫ്റ്റ് 8.2 മീറ്റർ. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 9/9/2024 10:44 AM ഞാൻ ഇപ്പോൾ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത്. ഷിപ്പ് ഇപ്പോൾ ഒരു ആങ്കർ മോഡലാണ്. ഇനി കുറച്ച് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു ട്രയാങ്കറിലായിട്ടില്ല, ഒരു ഡ്രിഫ്റ്റിംഗ് മോഡൽ തന്നെ ആയിരിക്കും ഷിപ്പ് ഇപ്പോൾ ഉള്ളത് MS Super 7. ഇനി നമുക്ക് അടുത്തറിയേണ്ടത് MSC കെയ്ലി. MSCയുടെ കെയ്ലിയിലെ കറണ്ട് സ്റ്റാറ്റസാണ് നമ്മൾ നോക്കേണ്ടത്. ഇന്നലെ നമ്മൾ ഈ രണ്ട് കപ്പലുകളുടെയും സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ രണ്ട് ഷിപ്പുകളും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രിവാൻഡ്രത്തെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ആദ്യം പോർട്ടിനകത്ത് കയറും എന്നൊരു സംശയം മാത്രമായിരുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ MSC കെയ്ലിയുടെ കറണ്ട് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാഗർകോവിൽ കന്യാകുമാരി ഈ പോർഷനിൽ എത്തിയിരിക്കുന്നു. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രിവാൻഡ്രത്തെ ലക്ഷ്യമാക്കിയാണ് MSC കെയ്ലി. നമ്മൾ ഈ കാണുന്ന സിംഗപ്പൂർ പോർട്ടിൽ നിന്നും വിഴിഞ്ഞം പോർട്ടിലേക്കാണ് വരുന്നത്. നമുക്ക് ഡീറ്റെയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ സ്പീഡ് 18.4 നോട്ടിക്കൽ സ്പീഡ്. ഡെസ്റ്റിനേഷൻ സിംഗപ്പൂർ ടു വിഴിഞ്ഞം. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 9/9/2024 2 PM ഷിപ്പിൻ്റെ കറണ്ട് ഡ്രാഫ്റ്റ് 16.5 മീറ്ററാണ്. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 9/9/2024 11:12 AM 16.5 മീറ്റർ ഡ്രാഫ്റ്റ് ഷിപ്പ് ആകുമ്പോൾ ഏതാണ്ട് ഷിപ്പിന് ചിലപ്പോൾ ഫുൾ ലോഡ് തന്നെ ആയിരിക്കും. ഫുള്ളായിട്ടാണ് ഷിപ്പ് വരുന്നത്. ഇതൊരു വലിയൊരു മദർ ഷിപ്പാണ്. വിഴിഞ്ഞം പോർട്ട് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്ന ഷിപ്പാണ്. ഏതാനും മണിക്കൂറുകൾക്കകം വിഴിഞ്ഞത്തെത്തും. പക്ഷേ MSC Super 7 ആവട്ടെ വിഴിഞ്ഞത്തെത്തി. ഒരു ഡ്രിഫ്റ്റിങ്ങോ ആങ്കറിലെയും മോഡലായിരിക്കും. ഡ്രിഫ്റ്റിംഗ് മോഡലിൽ തന്നെയായിരിക്കും ഷിപ്പുള്ളത്. രണ്ടിലാരാണ് പോർട്ടിനകത്ത് പ്രവേശിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇനി അടുത്തറിയേണ്ടത്. അത് നമുക്ക് വീഡിയോയിൽ നിന്ന് കണ്ട് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഏത് ഷിപ്പ് പോർട്ടിനകത്ത് കയറിയാലും തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരത്തോടു കൂടി അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.